9 ഏത് പേരില് ആമവാദം മോനെ മറ്റേ അച്ഛൻ അച്ഛൻ മൂന്നാർ മൂന്നാറച്ഛൻ അങ്ങനെയല്ല അച്ഛൻ മൂന്നാർ സൂപ്പർവൈസർ പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് മോളെ വിളിക്കട്ടെ സോറി അന്റെ മോളെ അന്റെ മോളെ നിന്നെ കാണാൻ എന്നെക്കാളും ചങ്ങത്തോടും പെണ്ണെ എഴുത്തണ്ടേ നിന്നെ കിട്ടാൻ ഇന്നുവരെ വന്നതായിരുന്നു കയ്യിലിരിപ്പ് മോളെ പേര് ഡിഗ്രി വേണം ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം പറഞ്ഞാൽ SSLC പാസ്സാവണം അതാണ് ഞാൻ ഒരു അധ്യാപകരായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ട്യൂഷൻ എടുക്കുമല്ലേ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ സിംഹമാണ് ഗർജിക്കും സിംഹമാണ് പിള്ളേർക്ക് ഭയങ്കര പക്ഷേ റൊമാൻസാണ് ഞാൻ ഇവിടെ റൊമാൻറ്റിക്കാതെ അത് റൊമാൻറ്റിക്കോ അതല്ലേ ഞാൻ ക്ലാസ്സിൽ സിംഹമാണെങ്കിലും ബീച്ചിലൊക്കെ എന്നോട് പറഞ്ഞു ഭയങ്കര കുസൃതി നല്ല ജോലി എന്റെ മോക്ക് ഇതുപോലൊരു പയ്യൻ കിട്ടൂല ഉറപ്പാ പിന്നെ നമ്മുടെ അച്ഛനെ പോകാൻ വെച്ച് ഇതേപോലെ ഒരു മലയാളം കിട്ടുമോ കിട്ടൂല ഉറപ്പാണ് അവർ രണ്ടുപേരും അടുത്തേക്ക് സംസാരിച്ചോണ്ടിരിക്കും അപ്പൊ കുടുംബത്തിൽ പറഞ്ഞവനല്ല എന്റെ നാളെ പെണ്ണാണെന്ന് ഉറപ്പാണ് പെണ്ണിനെ കാണുമ്പോൾ നിന്നെ കാണാമെന്നപ്പോ ഞാൻ കിട്ടാവുന്നതാണ് അല്ല ഇത് ആരാണ് വിളിച്ചത് അവരെ വിളിച്ചത് ഇങ്ങനെ വിളിച്ചത് ഞാൻ കൊണ്ടാകും അതല്ല ചെറുക്കെടുത്തിട്ട് അധ്യാപകരാണെന്നല്ലേ പറഞ്ഞു കണക്ക് ചോദിക്കാൻ എന്റെ വീട്ടിൽ ഓൺലൈൻ ക്ലാസ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ അവരെ ശരിയാക്കും സത്യം പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കാം എന്താ പറഞ്ഞേ എന്തോ ശിശു എഴുതാൻ പറഞ്ഞോ പറ എപ്പോ എഴുതാം കഴിഞ്ഞിട്ട് ഇതിന്റെ വല്ല കാര്യമുണ്ടായിരുന്നോ എഴുതി വല്ല കാര്യമുണ്ടായിരുന്നോ അച്ഛനെ വിളിച്ച് എനിക്ക് രണ്ട് ഗുഡ് മോർണിംഗ് സാർ ഞാനെന്താ ഇവിടെ നിൽക്കുക എന്താണ് ഞാനാണല്ലേ ഇതാണെന്നറിയോ അറിയില്ല 3 പ്രാവശ്യം SSLC തോറ്റിട്ട് 4ാം പ്രാവശ്യം എന്നെടുത്ത് എഴുതാൻ വന്നിരിക്കുന്നതാണ് എന്റെ സുഹൃത്താണ് രാഘവൻ അതെ ഇതാണല്ലോ ഞാൻ കിട്ടാൻ പോകുന്ന പെണ്ണ ആണോ ഇത് പെണ്ണുമ്മ ഇതാണ് അച്ഛൻ 3 എസ്റ്റേറ്റും മാനേജർ അച്ഛൻ ചിലപ്പോ 3 എസ്റ്റേറ്റ് മാനേജരായിരിക്കും അതെ പക്ഷെ ഇവിടെ കെട്ടിയത് ഞാനാണ് അതെ ഞങ്ങളുടെ നായർ അതെ എന്റെ മകളാണ് സാറേ ആരുടെ എന്നാൽ അനിത ഇപ്പൊ തീരുമാനിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നു 3 വർഷം മറ്റേ SSLC പാസ്സാവാത്ത ഇയാള് ഈ 4ാം വർഷം എന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ പാസ്സായിരിക്കും ഞാൻ പാസ്സാക്കിയിരിക്കും മനസ്സിലായോ ഇവിടെ വേറെ SSLC പാസ്സാവില്ലല്ലോ ഞാൻ പാസ്സായോ പിന്നെ അപ്പൊ നമ്മൾ 3 പേരും പാസ്സായോ ഞാൻ 7ാം ക്ലാസ് പാസ് ചെയ്തു അപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞു കല്യാണം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 23 വയസ്സുണ്ടായിരുന്നു സാറേ ഞാനിവിടെ കഞ്ഞിപ്പരയിലായിരുന്നു അങ്ങനെ അത് ശരി സ്കൂളിൽ പോകുന്നത് കഞ്ഞി വെക്കല്ലേ അതെ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് എംബോസ് ചെയ്താൽ പറഞ്ഞു എഴുതിക്കൊണ്ട് ബുക്ക് ചെയ്യാൻ പയ്യുടെ വില എന്താ പയ്യുടെ വില എന്താണ് പയ്യുടെ വില എന്താണ് അതായത് സാറേ വലിയ പയ്യാണെങ്കിൽ 19,000 രൂപ കിട്ടും പിന്നെ ഇടത്തര പയ്യാണെങ്കിൽ 30,000 രൂപ പിന്നെ ക്രാവിനൊക്കെ കൊണ്ട് ബഡ്ജറ്റ് പറയാണെങ്കിൽ നമ്മൾ മേടിച്ചില്ല അച്ഛനെ കല്യാണാക്കില്ലേ പയ്യുടെ വില എന്താണെന്ന് വെച്ചപ്പോ ബഡ്ജറ്റാ നിങ്ങൾ
ഞാൻ റൊമാൻറ്റിക്കാണ്, പക്ഷെ ക്ലാസ്സിൽ സിംഹം. അടുത്ത ചോദ്യം, സൈൻ തീറ്റ കോസ് തീറ്റ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് പറഞ്ഞപ്പോ പോലെ ഞാൻ കോഴിക്ക് തീറ്റ കൊടുത്തത്. കോഴിക്ക് സൈൻ തീറ്റ കോസ് തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ ചോദിച്ചപ്പം ഈ രണ്ട് വർഷം കൂടെ പറയാൻ രണ്ടെണ്ണം ചലിച്ചു പോയത്. രാഘവോ രാഘവോ നിന്റെ കമ്പനിക്ക് നീങ്ങി വരുമ്പോൾ എന്താ തിരിച്ചിട്ടുണ്ട്? ഇത് നാളെ വാങ്ങാൻ ഞാൻ കല്യാണം പിന്നെ വിളിക്കാതെ ഫോണിൽ വിളിച്ചാൽ പൊക്കോളി. ഇതൊക്കെ എനിക്ക് പിടിക്കാതെ ഞാൻ അവിടെ ഫോണിൽ വിളിച്ച് പറയാൻ അറിയാൻ പറഞ്ഞു. ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ അറിയാൻ കല്യാണത്തിന് വരികയായിരുന്നു. അതിന് നേരത്തെ വന്ന് വന്നാൽ വ്യക്തമൊന്നുമില്ല. എനിക്ക് ഇത്ര ദൂരം സിറ്റുവേഷൻ അല്ലേ സിറ്റുവേഷൻ ഇങ്ങോട്ട് വന്നത് കാര്യം ഇവിടുന്ന് അനങ്ങാൻ പാടില്ല. ഇങ്ങോട്ട് വന്ന വേറെ നിങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കണം അവിടെ. എനിക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ സംഭവം പറയാൻ അല്ല മാമ, ആ മാങ്ങ പറിക്കാൻ പറ്റിയതാ. കാരണം വെള്ളത്തിൽ കിടക്കില്ലാത്തോണ്ട് അതല്ല മാമ, ഞാൻ മാമ നമ്മൾ വിളിച്ചതാ. ഇതെന്താ പറ്റിയ കാര്യം എനിക്കറിയാൻ മാങ്ങ കല്യാണാലോചന ഇത് അതെന്നെ പെണ്ണാണോ അവന്റെ ചെറുക്കനാ? പെണ്ണ് കാണാനാണോ? അത് ശരി. അപ്പൊ നമ്മളറിയാനുള്ള കാര്യങ്ങളും നീക്ക് പോക്കും കാര്യങ്ങളൊക്കെയാ. ഇപ്പൊ നീ മനസ്സിലായി എന്നോട് പൊക്കം പറഞ്ഞതിന്റെ കാര്യം. വിരുന്നുകാർ വന്നപ്പോ ഇവിടെ ഇറച്ചി കഴിച്ചു. അത് കല്യാണിക്കാണ് എന്നോട് പൊക്കം എന്ന് പറയുന്നത്. ഇറച്ചി മേടിച്ചല്ല ഉള്ള ഇറച്ചി പോകാതിരിക്കണം. എന്റെ മാമനാ. കൊച്ചേ അങ്കിളല്ലേ? മാമനാണ്. കുട്ടിക്കാലത്ത് 4 പേര്. അത് ശരിയല്ലോ, കുട്ടിക്കാലത്ത് 4 പിള്ളേരുണ്ടാവും. കുട്ടിക്കാലത്തല്ലെന്ന് കുട്ടിക്കാലത്താണ് വീട്. പേര് കുട്ടപ്പായി 4 പിള്ളേര്. 4 പിള്ളേരെ ദോഷം പറയത് 4 പിള്ളേർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു. 4 പേരും ഗൾഫില്. അവിടെ കിട്ടിയ പെൺപിള്ളേർക്ക് ഉന്നത വിദ്യാഭ്യാസം. ഏറ്റവും ഇളയവൻ രാജ്കുമാർ കല്യാണം കഴിച്ചില്ല. അവരുടെ കല്യാണം ചെയ്യാവുന്നതാണ്. വിദ്യാഭ്യാസം ഫാമിലിയാണ്. അതാണ് നീ കൊള്ളാനുണ്ടോ നീ കുട്ടികളെ അങ്ങനെ പോയിട്ട് ഇനിയിപ്പോ കുറച്ചിലും കാര്യങ്ങളും പോലെ നമ്മുടെ കുടുംബക്കാരനായ ശരിക്കും നിന്നെ കൂടെ ചേർത്ത് ഞാൻ കല്യാണം പിടിക്കാം. പുതിയ കുറച്ചിലൊക്കെ പണ്ടത്തെ കാലത്തായതുകൊണ്ട് കല്യാണ ലെറ്ററാണ് നേരത്തെ അങ്ങ് വയ്ക്കുക. എല്ലാവരും അത്ര ഇംഗ്ലീഷ് ഇംഗ്ലീഷാണല്ല. ഇംഗ്ലീഷ്. അതെ. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റാത്തത്? അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ല. ആണോ? അല്ലേ? 10ാം ക്ലാസ് പാസ്സാവാത്തവരാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ കഷ്ടപ്പെടുന്നത്. ഇപ്പൊ നമുക്കാണെങ്കിൽ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും അപ്പൊ നമുക്ക് വായിക്കാൻ പറ്റും. തീർച്ചയായും ആ ലെറ്റർ ഇങ്ങോട്ട് കൊടുക്കും. അങ്കിൾ വായിക്കും. നിങ്ങൾ ഒരേ പ്രായക്കാരാകുമ്പോ ഈ ആള് വായിക്കുന്നത് അവിടെ കേൾക്കുമ്പോൾ അവിടെ ഒരു മാനലുണ്ടാകും. അതാണ് വിദ്യാഭ്യാസം. അങ്കിൾ വായിക്കും. ഈ വെള്ളത്തിന്റെ ചില പ്രശ്നമുണ്ട്. വലിയ എഴുത്താണുള്ളത്. വലിയ എഴുത്താണ്. പക്ഷെ ഇച്ചോടെ വലിയ എഴുത്തായിരുന്നെങ്കിൽ ഓക്കെ. മാസം 14-ാം തീയതി സെപ്റ്റംബർ 24 എന്റെ മോൻ രാജ്കുമാറിന്റെ കല്യാണം തങ്കമണി ആഡിറ്റോറിയത്തിൽ. എല്ലാരും മന്നം. ഇതാണ് രക്തചുരുക്കം. ഇംഗ്ലീഷ് എന്താണ്? 10ാം ക്ലാസ് പാസ്സായി. പക്ഷേ തത്വത്തിന്റെ യോഗ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ 2 വർഷം. 10ാം ക്ലാസ് പാസ്സാക്കി എന്റെ കണ്ണുകൾ വളരായിരുന്നു. ഇവനെന്താ 2ാം ക്ലാസ് പാസ്സാക്കിയതോ? എന്നിട്ട് ഉന്നത വിദ്യാഭ്യാസം അങ്ങനെ അയച്ചാൽ പറ്റില്ല. താഴോട്ടുള്ള അറ്റൻഷൻ പക്ഷേ 10ാം ക്ലാസ് പാസ്സാവാ നിനക്ക് ഇംഗ്ലീഷില് കാതടിക്കാൻ എന്ത് യോഗ്യത? ഇതൊക്കെ മലയാളം ഒച്ച എന്നെ നിർബന്ധമല്ല. പ്രശ്നമെന്ന് നിർബന്ധത്തിൽ അടിച്ചാൽ എന്നെ ഹലോ പഴുത്തോ? അല്ല കുറച്ചുകൂടി ഇച്ചിരി ദേഷ്യക്കാരനാണെങ്കിലും പഴയ കുട്ടികളെ പഠിപ്പിക്കണം.
ടെക്നോളജി എഴുതിക്കാരെ ആണോ? പിന്നെ പാളയത്തോടെ മതി നമുക്ക് ആള് തുടയ്ക്ക് മേളിലായിട്ടായിരിക്കും. ചട്ടകം പോയിട്ടോ? അയ്യോ! ഈ പറയുന്നത്. ചട്ടകം വെച്ചാൽ ഹരിമൂലത്തിന്റെ ഹമ്മിന് പോലെ ഞാൻ ചോദിക്കട്ടെ, മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? എന്റെ പിതാവാണെന്ന് ഇപ്പോഴും നിശ്ചയിച്ച അവൻ ഈ മലയാള ഭാഷ മലയാള ഭാഷയുടെ പിതാവാണ്. അതിന്റെ മാതാവിനോട് ചോദിക്കാൻ എന്റെ തല്ലിയിട്ടായിരുന്നു പത്താം ക്ലാസ് പാസ്സാത്തവരെ കണ്ടാൽ എനിക്ക് പ്രാന്താണ്. പക്ഷേ റൊമാൻസ് ആണ്. മുട്ടേരി 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 സർക്കാർ യുദ്ധത്തിൽ രണ്ടാം പാത്രത്തിന്റെ വാങ്ങൽ ചെലവ് കൊള്ളികളും ഉണ്ടായി. മഞ്ജുപിള്ളേ മഞ്ജുപിള്ളെ തന്നെ ഒട്ടിക്കളി സംക്രാന്തി നസീറും തലയുടെ സാബുവിന് ഏറ്റവും ഉൾപ്പെടുത്തുന്നത് പഠിക്കുന്ന സമയത്ത് തീരുമാനം പോരാ. റൊമാൻസ് ആണ്. അതെ ഏലപ്പാറ സൈന്യത്തിന്റെ 45ഓളം വീടുകൾ ഇനി വിളിക്കാൻ കിടക്കുക. അപ്പൊ വിളിച്ചിട്ട് വന്നിരുന്ന മതിയൊന്നും പറഞ്ഞാല് ചട്ടം പഠിപ്പിക്കണം. ചട്ടം പഠിപ്പിക്കണം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. അങ്ങനെ തന്നെ വിവാഹം കഴിയുള്ളൂ. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ